വയനാട് തോൽപ്പെട്ടിയിൽ ഗോത്രവിഭാഗങ്ങളുടെ കുടിൽ പൊളിച്ചുമാറ്റി വനംവകുപ്പ്. ബേഗൂർ കൊല്ലിമുല പണിയ നഗറിലെ 3 കുടുംബങ്ങളുടെ കുടിലുകളാണ് പൊളിച്ചത്. തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലെ ബേഗൂരിലാണ് വനംവകുപ്പിന്റെ ക്രൂരത. കുടിലുകൾ പൊളിച്ചതിൽ പ്രതിഷേധിച്ച് വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ ആദിവാസി കുടുംബങ്ങൾ സമരത്തിലാണ്. ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നത്. ദീപക്, ഏത് സാഹചര്യത്തിലാണ് ഗോത്രവിഭാഗത്തിലുള്ളവരുടെ ഈ 3 കുടുംബങ്ങളുടെ കുടിൽ പൊളിച്ചു മാറ്റാനുള്ള നീക്കത്തിലേക്ക് വനംവകുപ്പ് കടന്നത്? എന്താണ് നൽകുന്ന വിശദീകരണം? ആര്യ, വയനാട് വന്യജീവി സങ്കേതത്തിലെ ബാവലി സെക്ഷനിലെ തോൽപ്പെട്ടി റേഞ്ചിൽ ഉൾപ്പെട്ട കൊല്ലിമൂല പണിയ ഉന്നതി നഗറിലെ 3 ആദിവാസി കുടുംബങ്ങളുടെ കുടിലാണ് വനംവകുപ്പ് പൊളിച്ചു മാറ്റിയത്. താൽക്കാലികമായി വർഷങ്ങളായി ഇവർ അവിടെ താമസിക്കുന്നവരാണ്. വന്യജീവി സങ്കേതത്തിനോട് അടുത്തുള്ള വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന സ്ഥലത്താണ് ഇവർ താമസിച്ചിരുന്നത്. നേരത്തെ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വീട് വെച്ച് തരാം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം, സഹായങ്ങൾ നൽകാമെന്ന് വനംവകുപ്പ് ജീവനക്കാർ ഇവർക്ക് ഉറപ്പു നൽകിയിരുന്നതിനെ തുടർന്നാണ് ഈ ആദിവാസി വിഭാഗങ്ങൾ താമസിച്ച 3 വീടുകൾ, അതായത് 3 കുടിലുകൾ പൊളിച്ചു മാറ്റിയത്. കൈക്കുഞ്ഞുങ്ങളും ഒപ്പം പ്രായമായ ആളുകളും വിധവകളും ഒക്കെയുള്ള 3 കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത് ഈ കൊല്ലിവയൽ പണിയ ആദിവാസി നഗറിൽ. ഇവിടെയുള്ള ഈ 3 കുടിലുകളാണ് വനംവകുപ്പ് പൊളിച്ചു മാറ്റിയത്. മാത്രമല്ല മറ്റൊരു കാര്യം, അതായത് ഈ അടുപ്പിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കെ അവരോട് പോലും കാര്യങ്ങൾ സംസാരിക്കാതെ ആ കുടിൽ പൊളിച്ചു മാറ്റി എന്നാണ് ഇപ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത്. ഇവരിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബേഗൂർ വനംവകുപ്പിന്റെ ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ രാത്രി ഇവർ ോട് ചേർന്ന സ്ഥലത്താണ് ഇന്നലെ രാത്രി ഇവർ അന്തിയുറങ്ങിയത്. തുടർന്ന് ഇന്ന് രാവിലെയാണ് അവർ നമ്മളെ ബന്ധപ്പെട്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ജീവനക്കാർ കൃത്യമായ ഒരു മറുപടി നൽകണം എന്നതിൽ ഉറച്ചു തന്നെയാണ് ഇവർ നിൽക്കുന്നത്. 3 കുടുംബങ്ങൾ ഇപ്പോൾ വനംവകുപ്പിന്റെ ബേഗൂർ റേഞ്ച് ഓഫീസിന് മുന്നിലാണ് കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. ആര്യ.